സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 11 പൗലോസ് പറയുകയാണ്, 2 കൊരിന്ത്യർ 5:11, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. Therefore, knowing the fear of the Lord, we persuade, we compel others. അതിന് തൊട്ടു മുൻപുള്ള വാക്യത്തിൽ ജീസസ് ആസ് ജഡ്ജ് വേഴ്സ് 10, അതായത് ന്യായാസനത്തിൽ ഇരിക്കുന്ന കർത്താവ്, ഞങ്ങൾക്കറിയാം ദ ടെറർ ഓഫ് ദാറ്റ് ജഡ്ജ്മെന്റ്, ആ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ ബി സേവ്ഡ് ബൈ ഗ്രേസ്, അവസരം കിട്ടിയ ഈ നല്ല സമയം സുവിശേഷം കേട്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിക്കണമെന്ന് പൗലോസ് വാഞ്ഛയോടെ പറയുകയാണ്. ആയുസ് എന്ന അവസരത്തിന്റെ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. വൈ ഷുഡ് വി ഇവാഞ്ചലൈസ്? എന്തിനാണ് ഇത്ര തടസ്സമുള്ള ഇടങ്ങളിലും ഭീഷണിയുള്ള സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ പോയി സുവിശേഷം അറിയിക്കേണ്ടത്? വൈ ഷുഡ് വി ഇവാഞ്ചലൈസ്? ഒരു ട്രൂ സ്റ്റോറി കേൾക്കുക. ഇൻ 1949 അമേരിക്കയിലാണ് ജോൺ കറിയർ എന്ന പേരുള്ള ഒരാള് കൊലക്കുറ്റം ആരോപിച്ച് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഞാൻ കൊന്നിട്ടൊന്നുമില്ല, ഹി ഡിനൈഡ്. പക്ഷേ സാക്ഷിമൊഴികൾ എതിരായിരുന്നു, ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. കുറച്ചു കാലം ജയിലിൽ കിടന്നിട്ട് പിന്നെ കുറ്റവാളികളെയൊക്കെ ജോലി ചെയ്യിക്കാനൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഫാം, നാഷണൽ ടെന്നസി ഏരിയ, അവിടെയുള്ള ഫാമിൽ കൊണ്ടുപോയി. എ ഫ്യൂ ഇയേഴ്സ് നന്നായി ആ മനുഷ്യൻ ജോലി ചെയ്തു. ജയിലിലൊക്കെ നല്ല സ്വഭാവമായിരുന്നു, കൃഷി സ്ഥലങ്ങളിലൊക്കെ നന്നായി അധ്വാനിച്ചു. ഇൻ 1968 ശിക്ഷാ ഇളവ് പ്രഖ്യാപിച്ചു. ഹിസ് സെന്റൻസ് വാസ് കമ്മ്യൂട്ടഡ് ആൻഡ് ടെർമിനേറ്റഡ്. എന്നിട്ട് അതിൻ്റെ ലീഗൽ ലെറ്റേഴ്സ് ഒക്കെ തപാൽ വഴിയാണ് അയച്ചു കൊടുത്തത്. എ ലെറ്റർ വാസ് സെൻറ്റ് ടു ദ പ്രിസണർ ടെല്ലിംഗ് ഹിം ദാറ്റ് ഹി വാസ് ഫ്രീ, ബട്ട് ഹി നെവർ ഗോട്ട് ദാറ്റ് ലെറ്റർ ആൻഡ് ഹി കണ്ടിന്യൂഡ് ടു വർക്ക് 10 more years until a prison officer discovered this notification and was given freedom. എന്ത് കഷ്ടമല്ലേ! If the most important message of our life is not received, ഏറ്റവും നിർണായകമായ സന്ദേശം നഷ്ടപ്പെടുന്നത് എത്ര വലിയ കഷ്ടമാണ്. People should hear their life's most important message. എല്ലാ മനുഷ്യരും നിർണായകമായ ഈ സുവിശേഷം കേൾക്കണം, സ്വതന്ത്രരാകണം. ഫ്രീഡം ഫ്രം ബർഡൻസ് ആൻഡ് ഡിസെപ്റ്റീവ് ബോണ്ടേജസ്, ചതിക്കുന്ന ആത്മീയതയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച്, ദുഷ്ടശക്തികളുടെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച്, അനുഗ്രഹീത നിത്യത ഉറപ്പാക്കുന്ന സുവിശേഷം അവർ സ്വീകരിക്കണം. യേശുവിനെ ഭരണകർത്താവായി സ്വീകരിക്കാനുള്ള അവസരം കൊടുക്കണം, സുവിശേഷം കേൾപ്പിക്കണം. വാട്ട് ഈസ് ഇവാഞ്ചലിസം? എന്താണ് സുവിശേഷ വേല എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് ചെറുതായി ഒന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കാം. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 47, 2:47 രണ്ടാം പകുതി അപ്പോസ്തല പ്രവൃത്തികൾ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആൻഡ് ദ ലോർഡ് ആഡഡ് ഡെയിലി ദോസ് ഹൂ വെയർ ബീയിങ് സേവ്ഡ് ടു ദ ചർച്ച്. യെരുശലേമിലെ ആ സഭയെക്കുറിച്ചാണ് പീറ്റേഴ്സ് സെർമൺ, പ്രസംഗമാണ് പത്രോസിൻ്റെ, അതാണ് പശ്ചാത്തലം. ദ കോൾഡ് ഔട്ട് വൺസ് ബിക്കെയിം സെന്റ് ഔട്ട് വൺസ്. അതവിടെ സംഭവിച്ചത്. വിളിക്കപ്പെട്ടവർ മറ്റുള്ളവരെ വിളിച്ചു ചേർക്കാൻ പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അനുഭവമാണ്. സഭ, ചേർച്ച് എന്നതിനൊക്കെ ആ ഒരു മൂലപദം പരിചയമല്ലേ? എക്ലീഷ്യ, കോൾഡ് ഔട്ട് വൺസ്, വിളിച്ച് വേർതിരിച്ചതാണ്. ഫോർ എ പർപ്പസ്. വിളിക്കപ്പെട്ടവർ സുവിശേഷം അറിയിക്കുന്നവരായി പുറപ്പെട്ടു പോയ ആ ഒരു സംഭവമാണ് അവിടെ വർണ്ണിക്കുന്നത്. നമ്മുടെ ജീവിതയാത്ര ഒരു സുവിശേഷീകരണ യാത്രയായി തീരണം. ചിലപ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ലീവിങ് കംഫോർട്ട് സോൺസ് ടു ഫാർ അവേ വില്ലേജസ്, ഇഷ്ടമുള്ള ഇടങ്ങൾ വിട്ട് ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര പോകണം. ജോൺ ചാപ്റ്റർ 21 വേഴ്സ് 15 ഓൺവേഴ്സ് പത്രോസിനോട് ക്രിസ്തു ചോദിക്കുകയല്ലേ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചോദിക്കുകയല്ലേ, നീ എന്നെ സ്നേഹിക്കുന്നോ പത്രോസെ? 3 പ്രാവശ്യം. ഈ വള്ളവും കടലും തുഴയിലും മീൻപിടുത്തവും ഒക്കെ നിനക്ക് ഇഷ്ടമാണ്, നിൻ്റെ അഫെക്ഷൻസ്, നിൻ്റെ ഇഷ്ടമൊക്കെ ഇവിടെയും അവരിലും ഒക്കെ ഉണ്ട്. ബട്ട് അഫെക്ഷൻസ് ഓൺ ദ ഓൾട്ടർ, നീ എന്നെ വാസ്തവമായി സ്നേഹിക്കുന്നുവെങ്കിൽ, ഇഫ് യു ലവ് മീ, നീ നിൻ്റെ ഇഷ്ടങ്ങളെ യാഗപീഠത്തിൽ വയ്ക്കും. യേശുക്രിസ്തുവിനെ അധികം സ്നേഹിക്കുന്നുവെങ്കിൽ കണക്ക് നോക്കാതെ
പല ഇഷ്ടങ്ങളും യാഗപീഠത്തിൽ വെക്കേണ്ടി വരും. There are 3 components ആ വാക്യം വായിക്കുമ്പോൾ ഇൻ ഇവാഞ്ചലിസം. 3 സ്വഭാവങ്ങളെന്ന് പറയാം. Acts chapter 2 verse 47. The Lord added to the church those who are being saved. കർത്താവ് ചേർത്തത്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. അപ്പോൾ ഒന്ന്, ഇറ്റ് ഈസ് എ ഡിവൈൻ വർക്ക്, ഒരു ദൈവപ്രവൃത്തിയാണ്. ദ ലോർഡ് ആഡഡ്, കർത്താവാണ് ചേർത്തത്. കർത്താവ് ഇതിൽ പ്രവർത്തിക്കുന്നു. ഗോഡ് ഫീൽസ് ഇറ്റ്, കർത്താവ് അത് അറിയുന്നുണ്ട്. ജോൺ സ്റ്റോട്ട് പറഞ്ഞല്ലോ, ഗോഡ് ഈസ് ദ പ്രിൻസിപ്പൽ ഇവാഞ്ചലിസ്റ്റ്. മുഖ്യ സുവിശേഷകൻ ദൈവമത്രേ. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഒന്ന്, ഇറ്റ് ഈസ് എ ഡിവൈൻ വർക്ക്. 2, ഇറ്റ് ഈസ് ഡിസൈപ്പിൾസ് വർക്ക്, ശിഷ്യന്മാരുടെ ദൗത്യവും കൂടെയാണ്. മനുഷ്യപ്രയത്നത്തിന് ദൈവം ഇടം കൊടുക്കുന്നുണ്ട് സുവിശേഷ വേലയിൽ. ഗോഡ് യൂസസ് ഹ്യൂമൻ ഏജൻറ്റ്സ് ടു ഡു ദിസ് വർക്ക്. അതാണ് ആ പത്രോസിൻ്റെ ഒക്കെ പ്രകടനം നമ്മൾ വായിക്കുന്നില്ലേ? Acts chapter 2 verse 40. Peter as an active agent. പത്രോസ് സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. Peter continued preaching for a long time, strongly urging all his listeners, save yourself from this corrupt generation. It is not only informing people but also inviting people. കുറച്ച് ടെർമിനോളജീസ് ഒക്കെ പെട്ടെന്ന് വാരി വിതറി കണ്ട വഴിക്ക് പോവുകയല്ല. സുവിശേഷം അറിയിച്ചിട്ട് സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യുന്ന ഒരു ജീവിത ശൈലിയോടുകൂടെ ജീവിക്കണം. ഇറ്റ് ഈസ് എ ഡിവൈൻ വർക്ക്, ഇറ്റ് ഈസ് ഡിസൈപ്പിൾസ് വർക്ക്. യേശുക്രിസ്തു നിങ്ങളുടെ കർത്താവാണെങ്കിൽ, യേശുക്രിസ്തു നിങ്ങളുടെ ഗുരുവാണെങ്കിൽ, നിങ്ങൾ ശിഷ്യനാണെങ്കിൽ, നിങ്ങൾ സജീവ പങ്കാളികളാകണം സുവിശേഷ വേലയിൽ. യു ഷുഡ് ബി ആക്റ്റീവ് ഏജൻറ്റ്സ് ഇൻ ദ സേവിങ് ആക്ഷൻ ഓഫ് അവർ ലോർഡ്. Evangelism is a co-operation between heaven and earth, between Christ and his followers. കൂട്ടുചുവടുകളാണ്. ദൈവത്തോട് കൂടെ നടക്കുക, യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുക. വാക്ക് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ വാക്ക് ഓഫ് ഇവാഞ്ചലിസം. പത്രോസൊക്കെ എത്ര ആയാസപ്പെട്ട് ശബ്ദമുയർത്തിയാണ് ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. Acts chapter 2 verse 14, 2:14. Listen carefully to what I say, all of you who live in Jerusalem. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ, heed my words. Acts chapter 2 verse 22, 2:22. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. Men of Israel, listen to these words. Repent, receive Christ. ഇത് ഈ കെട്ടിച്ചമച്ച് വിളിച്ചു പോവുകയൊന്നുമല്ല. It is a natural process. We who have been changed by the gospel become agents of change in the life of others with the gospel. സുവിശേഷത്താൽ വാസ്തവമായി നാം മനം തിരിഞ്ഞവർ എങ്കിൽ മറ്റുള്ളവരുടെ മാനസാന്തരത്തിനായി നാം കാരണമാകുന്നു. സ്വാഭാവികമായി നമ്മൾ പോലും അറിയാതെ നമ്മുടെ വാക്കുകളിൽ നാം യേശുക്രിസ്തുവിനെ ഉയർത്തുന്നു. നമ്മുടെ സാക്ഷ്യങ്ങളിൽ നാം യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ബി ആൻ ഏജന്റ് ഓഫ് ചേഞ്ച്. നിങ്ങളിലൂടെ ദൈവം അനേകരിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. Acts chapter 4 verse 33. ആദിമസഭയിൽ അവരെങ്ങനെയായിരുന്നു കൂടി വന്നത്? എന്തിനായിരുന്നു കൂടി വന്നത്? അവരുടെ ആക്ടിവിറ്റി എന്തായിരുന്നു? Acts chapter 4 verse 33, 4:33. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. With great power the apostles were giving their testimony to the resurrection of the Lord Jesus. 5:42 അപ്പോസ്തല പ്രവൃത്തികൾ 5 verse 42. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തു. ആൻഡ് എവ്രി ഡേ ഇൻ ദ ടെമ്പിൾ, എവ്രി ഡേ ആൻഡ് ഫ്രം ഹൗസ് ടു ഹൗസ് ദേ ഡിഡ് നോട്ട് സീസ് ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് ജീസസ്. Acts chapter 8 verse 4, 8:4. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടവിടെ സഞ്ചരിച്ചു. Those who were scattered went about preaching the word. ആദ്യ നൂറ്റാണ്ടിലെ സഭയിലെ കാര്യങ്ങളായി പറഞ്ഞു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഉണ്ടാകണമെന്നൊക്കെ നമ്മൾ പാട്ടുപാടുമല്ലോ. Early church was a bunch of saved souls
wanting more souls changed. ആത്മരക്ഷ പ്രാപിച്ച ആ കൂട്ടം മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി വാഞ്ചിച്ചു. ഏർലി ചർച്ച് വാസ് എ ബഞ്ച് ഓഫ് സേവ്ഡ് സോൾസ് വാണ്ടിങ് മോർ സോൾസ് ചേഞ്ച്ഡ്. അവര് സുവിശേഷ വേല ചെയ്തത് പല തരത്തിലാണ്. ഡിഫറെൻറ്റ് വേയ്സ് ദേ ഡിഡ് ഇവാഞ്ചലിസം. ഒന്ന്, മാസ് ഇവാഞ്ചലിസം. വലിയ പുരുഷാരത്തെ ഒരുപോലെ സുവിശേഷം കേൾപ്പിച്ചു. എ സ്പീക്കർ ലൈക്ക് പീറ്റർ അഡ്രസ്സിങ് എ ക്രൗഡ്. പബ്ലിക്കായിട്ട് ഇവാഞ്ചലിസം, വലിയ സമൂഹത്തോട്. യേശുക്രിസ്തുവും ഈ പ്രീച്ച്ഡ് ടു മൾട്ടിറ്റ്യൂഡ്സ് വിതൗട്ട് മൈക്രോഫോൺ ആൻഡ് മെഗാഫോൺ. ഏറ്റുപദേശിമാരായിട്ട് ശിഷ്യന്മാർ നിന്നു. യേശുക്രിസ്തു പ്രസംഗിച്ചു. അങ്ങ് വലിയ പുരുഷാരമാണ്. ഒരുപക്ഷെ അത് മത്തായി ഏറ്റു പറഞ്ഞു, പിന്നെ പത്രോസ് ഏറ്റു പറഞ്ഞു, പിന്നെ അങ്ങനെ പറഞ്ഞു ഏറ്റവും ഒടുവിൽ യൂദ ഏറ്റു പറയുമ്പോൾ അതൊരു വേറൊരു പ്രസംഗമായി പോകുമായിരിക്കും. അങ്ങനെ ഏറ്റുപദേശിമാരെ കൊണ്ടൊക്കെ അക്കാലങ്ങളിൽ മൾട്ടിറ്റ്യൂഡ്സിനോട് പ്രസംഗിക്കുന്ന ശൈലി. ആക്ട്സ് ചാപ്റ്റർ 14, പൗലോസ് ലുസ്ത്രയിൽ വലിയ പുരുഷാരത്തോട് 14-ാം അധ്യായം. 17-ാം അധ്യായം പൗലോസ് ഏതൻസിൽ വലിയൊരു സമൂഹത്തോട് മാസ് ഇവാഞ്ചലിസം. ദിസ് വാസ് ദ മെത്തേഡ് ഓഫ് ജോൺ വെസ്ലി. ദിസ് വാസ് ദ മെത്തേഡ് ഓഫ് ജോർജ് വിറ്റ്ഫീൽഡ്, ബില്ലി ഗ്രാം, റെയ്നാൾഡ് ബോങ്കെ. ഇവരെല്ലാം ഒരേ സമയം വലിയ പുരുഷാരത്തോട് ലക്ഷക്കണക്കിന് ആളുകളോട് സുവിശേഷം അറിയിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ മാനസാന്തരത്തിന് കാരണമായതാണ് മാസ് ഇവാഞ്ചലിസം. ഓറൽ റോബോട്ട്സ്, ഡ്വൈറ്റ് ലൈമൻ മൂഡി, DL മൂഡി, ചാൾസ് ഫിന്നി, ജോണതൻ എഡ്വേർഡ്സ്, ഇവരെല്ലാം ഉപയോഗിച്ച ശൈലിയാണ്. പഞ്ചാബിൽ ഇപ്പോൾ കടന്നു ചെല്ലുമ്പോൾ അങ്കൂർ നരൂള ബ്രദറിൻ്റെ ലക്ഷക്കണക്കിന് ആളുകളാണ്. ബജീന്ദർ സിംഗിൻ്റെ കൂട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ. മാസ് ഇവാഞ്ചലിസം. 2, പേഴ്സണൽ ഇവാഞ്ചലിസം. 1-to-1, 1-on-1, വ്യക്തിഗത സുവിശേഷ വേല. ജോൺ ചാപ്റ്റർ 4, 4-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം. ജീസസ് ക്രൈസ്റ്റ് ഈസ് സ്പീക്കിംഗ് പേഴ്സണലി ടു ദ സാമരിറ്റൻ വുമൺ അറ്റ് ദ വെൽ. കിണറ്റുവക്കത്ത് ശമരിയാക്കാരി സ്ത്രീയോട് വ്യക്തിപരമായി സുവിശേഷം പറയുന്നു. ആക്ട്സ് ചാപ്റ്റർ 8, 8-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ. ഫിലിപ്പോസ് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിൽ ടു ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് എത്തിയോപ്യ, ഷണ്ണനോട് സുവിശേഷം പങ്കുവയ്ക്കുന്നു. നമ്മുടെ സംഭാഷണങ്ങളിൽ, വ്യക്തിപരമായ സംഭാഷണത്തിൽ, ഇഫ് യു ഹൈലൈറ്റ് ജീസസ് ക്രൈസ്റ്റ്, പേഴ്സണൽ ഇവാഞ്ചലിസം ഹാപ്പൻസ്. വ്യക്തിഗത സുവിശേഷ വേല സംഭവിക്കുക. 1, മാസ് ഇവാഞ്ചലിസം. 2, പേഴ്സണൽ ഇവാഞ്ചലിസം. 3, ലോക്കൽ ചർച്ച് ഇവാഞ്ചലിസം. അപ്പോസ്തല പ്രവൃത്തികൾ അത് നന്നായിട്ടുണ്ട്. ആയിരിക്കുന്ന ദേവാലയ സമൂഹം ഒറ്റക്കെട്ടായി ഒരു ദൗത്യം ചെയ്യുന്നു. അതിൽ മാസ് ഇവാഞ്ചലിസവും പേഴ്സണൽ ഇവാഞ്ചലിസവും അവർ ഉപയോഗിച്ചേക്കാം. എന്നാൽ ഒരു സഭാ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സുവിശേഷ വേല ചെയ്യുന്നതിലൂടെയാണ്. ആർതർ W. പിങ്ക് in 1940s അദ്ദേഹം പറഞ്ഞ ഒരു കോട്ട് അനേകർക്ക് അതറിയാം. ആർതർ W. പിങ്ക് ആണത് പറഞ്ഞത്. ഇഫ് ദ ചർച്ച് ഡസ് നോട്ട് ഇവാഞ്ചലൈസ് ഇറ്റ് വിൽ ഫോസിലൈസ്. സുവിശേഷീകരണം മറന്ന സഭാ സമൂഹം നഷ്ട അവശിഷ്ടമായി തകർന്നു പോകും. യെരുശലേമിലെ ആ ലോക്കൽ ചർച്ച്, ഇറ്റ് വെന്റ് ഫ്രം 120 മെമ്പർഷിപ്പ് ടു 3120 മെമ്പർഷിപ്പ് ഇൻ എ സിംഗിൾ ഡേ. ഒറ്റ ദിവസം കൊണ്ട്. ആക്ട്സ് ചാപ്റ്റർ 2. അവരുടെ അംഗസംഖ്യ 3000 കൂടെ കൂടി. അവർ പറഞ്ഞില്ല മതി, ഇത്രയും പേരൊക്കെ മതി. ദേ വെർ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. 4-ാം അധ്യായത്തിൽ ആക്ട്സ്, വചനം കേൾക്കാൻ വന്ന പുരുഷാരത്തിൻ്റെ എണ്ണം ഒരുത്തം പറഞ്ഞപ്പോൾ സ്ത്രീകളെയും പുരുഷന്മാരെയും കൂട്ടാതാ പുള്ളി പറഞ്ഞ. വേഴ്സ് 4, 5000 men. പിന്നെ പുള്ളിക്ക് തോന്നി, അയ്യോ അതങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ആക്ട്സ് ചാപ്റ്റർ 5, മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് മെൻ ആൻഡ് വിമൻ വെയർ ആഡഡ് ടു ദ ചർച്ച് എന്നല്ല എഴുതിയിരിക്കുന്നത്, ആഡഡ് ടു ദ ലോർഡ്. കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു അനവധി പുരുഷന്മാരും സ്ത്രീകളും. കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു. ഇംഗ്ലീഷിൽ ദേ വെർ ആഡഡ് ടു ദ ലോർഡ്. വ്യക്തിപരമായ ബന്ധം, യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. മൾട്ടിറ്റ്യൂഡ്സ്, ലോക്കൽ ചർച്ചിന്റെ ആ ശുശ്രൂഷ വഴി. It is a divine work, it is disciples' work, it is also daily work. Acts chapter 2 verse 47, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. ഡെയിലി, എവറി ഡേ, ഡേ ബൈ ഡേ. പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞില്ല നെക്സ്റ്റ് വീക്ക് വിൽ ബി മിഷൻ വീക്ക്. ഇല്ല, അതെന്നും മറ്റൊരു കാര്യത്തിനും വേണ്ടി സുവിശേഷ വേല അവർ മാറ്റിവെച്ചില്ല. ഡെയിലി. ഒരു സ്വാർത്ഥനായിട്ടുള്ള ഒരുത്തൻ്റെ ഒരു ക്ലൈമാക്സ്, സ്വാർത്ഥതയുടെ ഒരു പാരമ്യം ഏതാന്ന് ചോദിച്ചാൽ തിങ്കിങ് ഓഫ് ഗോയിങ് ടു ഹെവൻ എലോൺ. ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാനുള്ള പരിപാടി അകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളാണ് ലോകത്തിൽ ഏറ്റവും വലിയ സ്വാർത്ഥന്മാർ.
പ്രയോറിറ്റൈസ് ഇവാഞ്ചലൈസേഷൻ. മറ്റുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നത് മുൻഗണനയാക്കിയാൽ അടുത്ത തലമുറയ്ക്കും ഒരു ഫെയ്ത്ത് ക്രൈസിസ്, വിശ്വാസ പ്രതിസന്ധിയില്ല. പിന്നെ ആദിമസഭയിൽ ഇല്ലാത്തതും ഇപ്പോൾ ഉപയോഗിക്കാവുന്നതുമായ ഒരു ഇവാഞ്ചലിസം രീതിയുണ്ട്, മീഡിയ ഇവാഞ്ചലിസം. ഒരു 16,000 രൂപയുടെ ഒരു സ്മാർട്ട് ഫോൺ മതി, ഒരു ചെറിയ ഹെഡ്ഫോണും. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഹാവ് എ പ്രയർഫുൾ കോർണർ. തിരക്കിൽ നിന്ന് മാറി മുട്ടിന്മേൽ നിന്ന് വചനം തുറന്ന് കർത്താവ് നൽകുന്നത് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റും കൂടി ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അഭിപ്രായം കേൾക്കാതെ കർത്താവ് പറഞ്ഞനുസരിച്ച് വല്ലവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ വചനത്തിൽ നിന്ന് കേൾപ്പിക്കാം. അത് നല്ലൊരു രീതിയാണ് മീഡിയ എവാഞ്ചലിസം. ജോൺ ചാപ്റ്റർ 1 വേഴ്സസ് 45 and 46. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ. ഫിലിപ്പ് ടു നത്തനിയേൽ, ഐ ഹാവ് ഫൗണ്ട് മെസ്സയ്യ. മോശയും പ്രവാചകന്മാരും ഒക്കെ എഴുതിയ ആ മെസ്സിഹ ഞാൻ കണ്ടെത്തി, വന്ന് കാണുക. കം ആൻഡ് സീ ദ ഇൻവിറ്റേഷൻ. പ്രാർത്ഥനാപൂർവം ക്ഷണിക്കുന്നതിന് വലിയൊരു ശക്തിയുണ്ട്. ദർ ഇസ് പവർ ഇൻ പ്രയർഫുൾ ഇൻവിറ്റേഷൻ. മറ്റുള്ളവരെ പ്രാർത്ഥനാപൂർവം യേശുക്രിസ്തുവിലേക്ക് ക്ഷണിക്കണം. നെവർ ഫെയിൽ ടു റിസീവ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഓഫ് യുവർ ലൈഫ്. വാസ്തവമായി നിങ്ങൾ സുവിശേഷം സ്വീകരിച്ചിട്ടുണ്ടോ? മറ്റൊരു രക്ഷാമാർഗം മനുഷ്യന് നൽകിയിട്ടില്ല. ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഇല്ല. ഇതാണ് സന്ദേശം, ഇതാണ് പറയേണ്ടത്. സ്വീകരിക്കുന്നോ ഇല്ലയോ അത് നമ്മുടെ കാര്യമല്ല. എന്നെ കേൾക്കുന്ന ചിലർ രക്ഷയെക്കുറിച്ച് ബോധ്യമില്ലാത്തവർ, പ്ലീസ് കൺസിഡർ ദിസ് ആസ് എൻ ഇൻവിറ്റേഷൻ. പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതൃഭാഷകളിൽ എഴുതി നൽകിയ തിരുവചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സുവിശേഷത്തിനായി സ്തോത്രം. ഞങ്ങളെ ശുദ്ധീകരിച്ച യാഗരക്തത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന പാപക്ഷമയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാക്കിയതിനായി സ്തോത്രം. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളിൽ ഇപ്പോഴും ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ലോർഡ്, താങ്ക് യു ഫോർ ദ ഗോസ്പൽ. താങ്ക് യു ഫോർ സേവിങ് us. താങ്ക് യു ഫോർ ചേഞ്ചിങ് അവർ ലൈഫ്സ്. താങ്ക് യു ഫോർ forgiving us. Thank you for making us sons and daughters. Thank you for transforming us. Thank you for still working in and through us. യേശുക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിക്കാത്തവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. Lord, I am giving my life to Lord Jesus Christ. Lord Jesus, come to my heart and fill me with hope of eternal glory. എൻ്റെ ഹൃദയത്തിലേക്ക് വരണേ. എൻ്റെ ഭരണകർത്താവായ എൻ്റെ ജീവിതത്തിലേക്ക് വരണേ. നിത്യതയുടെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണേ അപ്പാ. എൻ്റെ ശരീരം ആർക്കും ബാധ്യതയാകാതെ എൻ്റെ ചുമതലകൾ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഹീൽ മീ ആൻഡ് യൂസ് മീ. സൗഖ്യമാക്കി എന്നെ സുവിശേഷകനാക്കണേ കർത്താവേ. സേ യെസ് ടു ദ ലോർഡ് ഹൂ ലവ്സ് യു. സേ യെസ് ടു ദ ലോർഡ് ഹൂ ഫോംഡ് യു. നിന്നെ നിർമ്മിച്ച, നിന്നെ സ്നേഹിക്കുന്ന യേശു കർത്താവിൻ്റെ മുൻപിൽ ഹൃദയം വണക്കി അവനെ കർത്താവായി സ്വീകരിച്ച് സറണ്ടർ, സമർപ്പിക്ക്, കീഴടങ്ങ്. സേ യെസ് ടു ഗോഡ് ഹു സെന്റ് ഹിസ് സൺ ടു പേ ഫോർ യുവർ സിൻസ്. പാപത്തിന് മറുവിലയായി ജീവനെ നൽകുവാൻ സ്വന്തം പുത്രനെ അയച്ച ദൈവസന്നിധിയിൽ അവനെ ആരാധിച്ചൊന്ന് താഴാവൂ. ഒരുപക്ഷെ ഉലകസ്ഥാപനത്തിനു മുമ്പേ നിങ്ങളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഒരു തുടക്കത്തിനായി ദിസ് മേ ബി ദാറ്റ് പ്രീഡെസ്റ്റൈൻഡ് ടൈം ഫോർ ബ്ലെസ്സിങ് യു. ദൈവം തീരുമാനിച്ചറിഞ്ഞ ആ സമയം ഇതായിരിക്കാം. ഏൽപ്പിച്ചു കൊടുക്കുമോ? കുടുംബമായി. മണ്ണുകൊണ്ടുള്ളൊരു ശരീരമല്ലേ. നമ്മളെക്കാൾ മിടുക്കന്മാരൊക്കെ സ്ലാബിന് കീഴെ കിടക്കുകയല്ലേ. പ്രാണവായു നഷ്ടപ്പെട്ട് നമ്മളെ ജീവനോടെ നിർത്തിയിരിക്കുകയാണ് ദൗത്യം പൂർത്തീകരിപ്പാൻ. കർത്താവെ, എന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കണം. എൻ്റെ ഭവനത്തിലെ പോരായ്മകളെ പരിഹരിക്കണം. ശിഷ്ടായുസ് എൻ്റെ ശബ്ദം നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ആശീർവദിക്കണം. വി എക്സാൾട്ട് ദ നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ആമേൻ.